ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റിയൽ റിവ്യൂസ് വിത്ത് ഹിതാക്കിരൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴനിയിൽ നിന്നുള്ള വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അല്ലെ. ഇഷ ഫൗണ്ടേഷനിൽ നമ്മൾ ദർശനം കഴിഞ്ഞതിന് ശേഷം വന്നത് പഴനിയിലോട്ടാണ്. അപ്പൊ ഇന്നത്തെ കാഴ്ചകളിലോട്ട് നമുക്ക് കിടക്കാം. സമയം രാവിലെ 8:30 കഴിഞ്ഞപ്പോൾ പഴനി ക്ഷേത്ര ദർശനത്തിനായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഇറങ്ങി. വഴിയരികിൽ മുല്ലപ്പൂ വിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വാങ്ങി മുടിയിൽ ചൂടി. നല്ല പഴുത്ത പേരയ്ക്കൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ശ്രീ സുബ്രഹ്മണ്യ മഹൽ എന്ന ചെറിയൊരു കടയിൽ കയറി. നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ദോശയും മതിവരോളം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡിന്. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് വളരെ ഉപകാരമായിട്ട് തോന്നി, അത്രയും വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഷോപ്പുകളും നോക്കി പോകുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസിക്ക ഫുൾ ജാർ സോഡ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് കണ്ടത്. അപ്പൊ അവിടുത്തെ അക്ക പറയാണ് പഴനിയിലെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ആളുടെ പടം വെച്ചിട്ടുണ്ടെന്ന്. അമ്പലത്തിലേക്ക് റോപ്പ് കാർ വഴി പോകാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ കുറച്ചു നേരം അത്രയും വെയിലത്ത് ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ തീരുമാനം മാറ്റി. സ്റ്റെപ്പുകൾ വഴി തന്നെ കയറാമെന്ന് തീരുമാനിച്ചു. ഒരു ഓട്ടോയിൽ കയറിയാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തിന്റെ മുൻഭാഗത്തോട്ട് എത്തിയത്. ചെരുപ്പെല്ലാം ഊരി അവിടെ സൂക്ഷിക്കാനായി കൊടുത്ത് മല കയറി തുടങ്ങി. മുരുകന്റെ വാഹനമായ മനോഹരമായ മയിലായിരുന്നു പടി കയറിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത്. ഒരുപാട് ആളുകൾ പടിയിന്മേൽ കർപ്പൂരം കത്തിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പടി കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വസ്ത്രത്തില് തീ പിടിക്കാനും കാല് പൊള്ളുവാനുമുള്ള സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പഴനി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യത്തുന്ന ഓർമ്മ തലമുണ്ടനം ചെയ്ത് ചന്ദനം എല്ലാം തേച്ച് കാവടി എടുത്ത് പോകുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാല് പടികളില്ലാത്ത വഴിയിലൂടെ മുകളിലോട്ട് എത്തിച്ചേരാന്ന് പറയുന്നതായിട്ട് അവിടെ കേട്ടു. പക്ഷെ ഞങ്ങള് പടികളുള്ള വഴിയിലൂടെയാണ് കയറിയത്. കുറച്ചു നേരം മുകളിലോട്ട് കയറുമ്പോൾ കാലൊക്കെ വേദനിക്കും. അപ്പൊ അവിടെ സൈഡില് സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കയറും. പാൽക്കുടം എല്ലാം തലയിൽ എന്തിയിട്ട് ഒരുപാട് ചേച്ചിമാര് പോകുന്നതായിട്ട് കണ്ടു കേട്ടോ. അങ്ങനെ ഏകദേശം 10:30 അടുത്ത് ഞങ്ങൾ മലമുകളിൽ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. വഴിപാടുകൾ ചെയ്യാനുള്ള കൗണ്ടറുകൾ മുകളിലുണ്ട്. പാലഭിഷേകം ഒക്കെ ചെയ്യുന്നവർക്ക് പാല് താഴെ നിന്ന് കൊണ്ടുവരണമെന്നാണ് എനിക്ക് മനസ്സിലായത്. പടികളെല്ലാം കയറി കഴിഞ്ഞ് ഏറ്റവും മുകളിൽ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിനകത്തോട്ട് കയറണമെങ്കിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ചധികം നേരം ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എല്ലാം കിട്ടിയത്. അങ്ങനെ ടിക്കറ്റും കൊണ്ട് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തൂടെ പോവുകയാണ്. തൊഴുതു കഴിഞ്ഞ് ഇറങ്ങുന്നവരും ഒരു സൈഡിലൂടെ വരുന്നുണ്ടായിരുന്നു. തറ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചാക്ക് വിരിച്ചിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതിന് മുകളിലൂടെ നടന്നു. അതുകൊണ്ട് തന്നെ കാല് പൊള്ളുന്നതിന് വളരെയധികം ശമനം കിട്ടി. ഓരോരോ സെക്ഷനുകളിലായിട്ടാണ് ആളുകളെ അമ്പലത്തിനുള്ളിലോട്ട് കടത്തിവിടുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഊഴത്തിനായിട്ട് ഞങ്ങൾ അവിടെ ക്ഷമയോടുകൂടി കാത്തിരുന്നു. ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് ഫാനൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് നല്ല സുഖമായിട്ട് തൊഴുത് തിരിച്ചിറങ്ങി. സമയം 11:45 തിരിച്ചു പോകുന്ന സമയത്ത് റോപ്പ് കാറിൽ പോകാനാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം റോപ്പ് കാറിലോട്ട് പോകാനുള്ള ക്യൂവിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചധികം നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ടേൺ ആയത്. അങ്ങനെ അടുത്തൊരു സെക്ഷനിലോട്ട് ഞങ്ങളെ വിട്ടു. പഴനിമലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ റോപ്പ് കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. 12:45 കഴിഞ്ഞതോടുകൂടെ ഞങ്ങൾക്ക് കയറാനുള്ള റോപ്പ് കാർ എത്തിച്ചേർന്നു. അതിൽ കയറി താഴെ ഇറങ്ങുമ്പോഴുള്ള പഴനിമലയുടെ ഭംഗിയെല്ലാം ആസ്വദിക്കാനുള്ള ഉത്സാഹമായിരുന്നു എന്റെ മനസ്സ് നിറയെ. അങ്ങനെ താഴോട്ട് ഇറങ്ങി തുടങ്ങി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ അത്. ആദ്യം ഞാൻ കരുതിയത് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആന്തലൊക്കെ വരുന്നെന്നാണ്. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ താഴെ ഇറങ്ങാനായിട്ട് സാധിച്ചു. അപ്പൊ സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ താഴെ ഇറക്കിയതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ആളുകളെയും കൊണ്ട് റോപ്പ് കാറ് മുകളിലോട്ട് പോയി. പഴനിയില് വളരെ സുപരിചിതമായിട്ട് കാണുന്ന ഒന്നാണ് കുതിരവണ്ടികൾ. പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് ഓട്ടോറിക്ഷയായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് ഞങ്ങളുടെ ചെരുപ്പെല്ലാം സൂക്ഷിക്കാൻ കൊടുത്തിരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ചെരുപ്പെല്ലാം എടുത്ത് തിരിച്ച് ഹോട്ടലിലോട്ട് എത്തിച്ചേർന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പെരയ്ക്കൊക്കെ മേടിച്ച് കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൊ അധികം വിശന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം ഒരു 2:15 കുറച്ച് വിശപ്പിന്റെ വിളിയെത്തി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അപൂർവ എന്നൊരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. നല്ല പരിപ്പുവടയും സമൂസയുമാണ് ആദ്യം മേടിച്ചത്. അതിനുശേഷം നല്ല വെജിറ്റേറിയൻ താലിയും പൊറോട്ടയും കറിയും എല്ലാം കഴിച്ചു. ചമ്മന്തിപ്പൊടിയിൽ എണ്ണയും ഉപ്പും മിക്സ് ചെയ്തതിനു ശേഷം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ എത്തിയാൽ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഒരു പ്രത്യേക രസമാണ് അവരുടെ ചമ്മന്തിപ്പൊടിക്ക്. ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് മധുരയിലേക്കാണ്. മധുരമീനാക്ഷി ക്ഷേത്ര ദർശനത്തിനാണ് ഞങ്ങൾ മധുരയിലേക്ക് പോയത്. നമ്മളുടെ ഫോണും പേഴ്സും എല്ലാം പുറത്തേൽപ്പിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുള്ളൂ.
അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങളൊന്നും പകർത്തുവാനായിട്ട് സാധിച്ചില്ല. ക്ഷേത്രത്തിന് പുറത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനായി കുറച്ചധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നെങ്കിലും നല്ലപോലെ തൊഴുവാനായിട്ട് സാധിച്ചു. ഏകദേശം 7:45 ഞങ്ങൾ രാത്രി ഭക്ഷണത്തിനായിട്ട് റെസ്റ്റോറന്റിൽ കയറി. എന്റെ കസിൻ മധുര ഡിവിഷനിലെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളെയും കൂട്ടിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. റെസ്റ്റോറന്റിൽ കയറിയ സമയത്ത് മകന് ഗോലി സോഡ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് മേടിച്ചു കൊടുത്ത സമയത്ത് അത് തുറക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. റെസ്റ്റോറന്റ് നല്ലതായിരുന്നെങ്കിലും ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബട്ടർ നാനൊന്നും പ്രോപ്പർലി കുക്ക്ഡ് ആയിരുന്നില്ല. ചപ്പാത്തിയും കറിയും ഒക്കെയായിരുന്നു. പലതരം ഫില്ലിങ്ങോട് കൂടിയ മസാല ദോശ ഉണ്ടായിരുന്നു. കോളിഫ്ലവർ ഫില്ലിംഗ് ചെയ്തിട്ടുള്ള മസാല ദോശയാണ് തമ്മിൽ കുറച്ച് ഭേദമായിട്ട് തോന്നിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കസിനെ ഹോസ്റ്റലിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യവും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷെ അങ്ങോട്ട് എത്തുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു വിശ്രമം ആവശ്യമാണ്. അതിന് നല്ലൊരു ഹോട്ടലാണ് തെരഞ്ഞെടുത്തത്. ഹോട്ടലിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ വീണ്ടും സ്റ്റേ ചെയ്യുന്നുണ്ട് പിന്നീട് ഒരിക്കൽ. അത് നിങ്ങൾക്ക് വരും വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ കുറച്ച് ക്ലിപ്പുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലം ഏതാണെന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.